വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ അധ്യായമായ കളക്ഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ ശേഖരണം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നേരിട്ട് നമുക്ക് ഈ ചാപ്റ്ററുമായി ചോദിച്ച മുൻകാല പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പ്രൈമറി ഡാറ്റ ആർ കളക്റ്റഡ് ബൈ വേ ഓഫ്. പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്ന രീതികൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പേഴ്സണൽ ഇൻ്റർവ്യൂ, വ്യക്തികളോടുള്ള നേരിട്ടുള്ള അഭിമുഖം. ഓപ്ഷൻ ബി ടെലിഫോൺ ഇൻ്റർവ്യൂ, ടെലിഫോൺ അഭിമുഖം. ഓപ്ഷൻ സി മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദീസ്. അപ്പോൾ നമുക്കറിയാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദീസ് ആണ്. കാരണം ഓപ്ഷൻ എ ആയ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഓപ്ഷൻ ബി ആയ ടെലിഫോൺ ഇൻ്റർവ്യൂ, ഓപ്ഷൻ സി ആയ മെയിലിംഗ് ക്വസ്റ്റ്യനെയറൊക്കെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദീസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2017 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫോർ കണ്ടക്ടിങ് എ സർവേ എമംഗ് 200 ഹൗസ് ഹോൾഡ്സ്, അനുമിത ഹാസ് റിട്ടേൺ ദ നെയിം ഓഫ് ആൾ 200 ഹൗസ് ഹോൾഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ മിക്സഡ് വെൽ. 200 കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുകയാണ് അനുമിത എന്ന് പറയുന്ന പെൺകുട്ടി. അവർ ആ 200 കുടുംബാംഗങ്ങളുടെ പേരുകൾ ഒരു പേപ്പറിൽ എഴുതി മിക്സ് ചെയ്തു. ആൻഡ് 20 നെയിംസ് ആർ സെലക്റ്റഡ് 1 by 1. ആ 200 കുടുംബാംഗങ്ങളിൽ നിന്നും ആ 200 കുടുംബങ്ങളുടെ പേര് പേപ്പറിൽ എഴുതിയതിന് ശേഷം ആ 200 പേപ്പറിൽ നിന്നും 20 പേപ്പർ തിരഞ്ഞെടുത്തു. അതായത് ആ 200 കുടുംബാംഗങ്ങളിൽ നിന്നും 20 കുടുംബത്തിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ഏത് മെത്തേഡ് പ്രകാരമാണ് ഇങ്ങനെ ആ 200 കുടുംബങ്ങളിൽ നിന്നും 20 കുടുംബത്തിനെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്, ഏത് മെത്തേഡ് പ്രകാരമാണ് തിരഞ്ഞെടുത്തത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ സെൻസസ് മെത്തേഡ്, ഓപ്ഷൻ ബി റാൻഡം സാമ്പിളിങ്, ഓപ്ഷൻ സി നോൺ റാൻഡം സാമ്പിളിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, റാൻഡം സാമ്പിളിംഗ് ആണ്. റാൻഡം സാമ്പിളിങ്ങിലെ ലോട്ടറി മെത്തേഡാണ് ഇവിടെ അനുമിത എന്ന് പറയുന്ന പെൺകുട്ടി 200 കുടുംബത്തിൽ നിന്നും 20 കുടുംബത്തിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, റാൻഡം സാമ്പിളിംഗ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2015 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എന്യൂമറേറ്റ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിങ്ങിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്, വ്യത്യസ്ത രീതികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രധാനമായും സാമ്പിളിംഗ് നടത്താൻ 2 മെത്തേഡാണുള്ളത്. ഒന്ന് റാൻഡം സാമ്പിളിംഗ്, 2 നോൺ റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിങ്ങിൽ തന്നെ നമ്മൾ 2 മെത്തേഡിനെ പറ്റി പറഞ്ഞിരുന്നു, ലോട്ടറി മെത്തേഡ് ആൻഡ് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യന് 2015 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഓപ്ഷൻ എ ആണ്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം? പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എന്യൂമറേറ്റർ, അന്വേഷകൻ നേരിട്ട് ശേഖരിക്കപ്പെടുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയോ ഓൾറെഡി ശേഖരിച്ച് വെച്ചിട്ടുള്ള, മറ്റന്വേഷകൻ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻപേ ശേഖരിച്ചിട്ടുള്ള, ആൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ പ്രൈമറി ഡാറ്റ ഫ്രഷ് ആയിരിക്കും, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? അത് ഫ്രഷ് ആയിരിക്കില്ല, ഓൾറെഡി പബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു ഡാറ്റയായിരിക്കും. അതാണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഓപ്ഷൻ ബി പറയുന്നുണ്ട്, ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റയുടെയും സെക്കൻഡറി ഡാറ്റയുടെയും സ്രോതസ്സുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈമറി ഡാറ്റ നമുക്ക് എവിടെ നിന്നൊക്കെ ശേഖരിക്കാം, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ
എവിടെ നിന്നൊക്കെ ശേഖരിക്കാം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രൈമറി ഡാറ്റയുടെ സോഴ്സുകളാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, വ്യക്തികളോടുള്ള നേരിട്ടുള്ള അഭിമുഖം. അഭിമുഖം നടത്തിയിട്ട് നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. 2 ടെലിഫോൺ ഇൻ്റർവ്യൂ. 3 മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ടെലിഫോൺ ഇൻ്റർവ്യൂവും മെയിലിംഗ് ക്വസ്റ്റ്യനെയർ നമുക്ക് മെയിൽ ചെയ്തുകൊണ്ടിട്ടും നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ ഏതൊക്കെയാണ്? ന്യൂസ് പേപ്പർ, ജേണലുകൾ, അതൊക്കെയാണ് സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു ക്വസ്റ്റ്യന് 2015 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഇൻ ഡാറ്റ കളക്ഷൻ. സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ? പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്യൂമറേറ്റർക്ക് പറ്റുന്ന എററുകളെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് എറേഴ്സ്. അപ്പോൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ശേഖരിക്കുമ്പോൾ, വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അന്വേഷകന് എന്യൂമറേറ്റർക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളെ, തെറ്റുകളെ വിളിക്കുന്ന പേരാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എറേഴ്സ് പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ തിരഞ്ഞെടുക്കുമ്പോൾ പറ്റുന്ന എറർ ആണെങ്കിൽ, നോൺ സാമ്പിളിംഗ് എറർ എന്താ? ഡാറ്റ ശേഖരിക്കുമ്പോൾ പറ്റുന്ന എററുകളാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. അതാണ് സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അടുത്തൊരു ക്വസ്റ്റ്യന് 2017 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ കളക്റ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ. ഇന്ത്യയിലെ ജനനനിരക്കും മരണനിരക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ RGI. RGIൻ്റെ ഫുള്ള് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് RGIൻ്റെ ഫുള്ള്. ഓപ്ഷൻ ബി NSSO. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ് NSSOൻ്റെ ഫുള്ള്. ഓപ്ഷൻ സി CSO. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് CSOൻ്റെ ഫുള്ള്. ഓപ്ഷൻ ഡി ലേബർ ബ്യൂറോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, RGI ആണ്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇന്ത്യയിൽ ജനനിരക്കും മരണനിരക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റ ശേഖരിക്കുന്നതും പബ്ലിഷ് ചെയ്യുന്നതും RGI ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, RGI ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2014 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എ റിസർച്ചർ വാണ്ടഡ് ടു കളക്ട് ഡാറ്റ ഫ്രം റിമോട്ട് ഏരിയ. ഒരു ഗവേഷകന്, ഒരു റിസർച്ചറിന് റിമോട്ട് ഏരിയയിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യണം. വേർ ദർ ആർ നോ ടെലിഫോൺ ഫെസിലിറ്റീസ് ആൻഡ് കൺവീനിയൻസ്. ആ റിമോട്ട് ഏരിയയിൽ ടെലിഫോൺ സംവിധാനവും അതുപോലെ തന്നെ യാത്രാ സൗകര്യമൊന്നും ഇല്ല. ഓപ്ഷൻ എ സജസ്റ്റ് ഹിയർ എ സ്യൂട്ടബിൾ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, ഡാറ്റ കളക്ഷൻ ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സ്യൂട്ടായിട്ടുള്ള ഒരു മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഓപ്ഷൻ ബി സ്റ്റേറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് ദാറ്റ് മെത്തേഡ്. അവർക്ക് അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ കളക്ഷനുള്ള മെത്തേഡ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 മെറിറ്റ്, അതിൻ്റെ 2 ഗുണങ്ങളും കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റിസർച്ചറിന് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മെയിലിംഗ് ക്വസ്റ്റ്യനാണ്. തപാൽ മുഖേനയുള്ള ചോദ്യാവലികൾ തപാൽ വഴി അയച്ചു കൊടുത്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതായിരിക്കും റിമോട്ട് ഏരിയയിൽ ഡാറ്റ കളക്ഷൻ ആയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അതിൻ്റെ ഈ മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൻ്റെ തപാൽ മുഖേനയുള്ള ചോദ്യാവലിയുടെ 2 മെറിറ്റുകളാണ്. ലെസ് എക്സ്പെൻസീവ് ആണ്, ഇതിന് ചിലവ് കുറവാണ്. നമുക്ക് തപാൽ മുഖേന ചോദ്യാവലികൾ അയച്ചു കൊടുത്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ അത്ര ചിലവില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്, ഒരു മെറിറ്റ്. രണ്ടാമത്തതാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ ദ ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ലാർജ്. ഒരുപാട് ആൾക്കാരുടെ നിന്നും ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് എളുപ്പം. ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനുണ്ടെങ്കിൽ ഈ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് അഥവാ മെറിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യന് 2015 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്.
ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ വിത്ത് എക്സാമ്പിൾ. പ്രൈമറി ഡാറ്റയും പ്രാഥമിക തത്വവും സെക്കൻഡറി ഡാറ്റ ദ്വിതീയ തത്വവും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് എക്സാമ്പിൾ, ഉദാഹരണ സഹിതം. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? എന്യൂമറേറ്റർ അന്വേഷകൻ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ്, നേരിട്ട് ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷകൻ നേരിട്ടല്ല പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്, മറ്റന്വേഷകൻ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശേഖരിച്ചിട്ടുള്ള ഒരു ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. ഉദാഹരണത്തിന് ഞാനൊരു ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ന്യൂസ് പേപ്പറിലുള്ള ഡാറ്റ സെക്കൻഡറി ഡാറ്റയാണ്, കാരണം അത് ഓൾറെഡി കളക്റ്റഡ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. അപ്പോൾ പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ് ഞാൻ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ആൾക്കാരുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ അതൊരു പ്രൈമറി ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റയ്ക്ക് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ ആ ന്യൂസ് പേപ്പർ നോക്കിയിട്ടാണ് ഞാൻ വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ അതൊരു സെക്കൻഡറി ഡാറ്റയാണ്. ഇതാണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ളൊരു വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ മെത്തേഡ് ആർ ജനറലി യൂസ്ഡ് ടു കളക്ട് ദ ഡാറ്റ. ഡാറ്റ ശേഖരിക്കാൻ, വിവരങ്ങൾ ശേഖരിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ് സെൻസസ് മെത്തേഡും അതുപോലെ തന്നെ സാമ്പിൾ സർവേ മെത്തേഡും. ബീയിങ് ആൻ എക്കണോമിക് സ്റ്റുഡൻറ്റ് പോയിൻ്റ് ഔട്ട് ദ 3 മെറിറ്റ്സ് ഓഫ് സെൻസസ് മെത്തേഡ്. ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, എക്കണോമിക് സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് സെൻസസ് മെത്തേഡിൻ്റെ 3 മെറിറ്റുകൾ, 3 ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച്, എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്ന, പഠനം നടത്തുന്ന ഒരു രീതിയാണ് സെൻസസ് മെത്തേഡ്. അപ്പോൾ സെൻസസ് മെത്തേഡിൻ്റെ ഒന്നാമത്തൊരു അഡ്വാൻറ്റേജ് അഥവാ ഒന്നാമത്തൊരു മെറിറ്റാണ് ഇറ്റ് സ്റ്റഡീസ് എവരി യൂണിറ്റ് ഇൻ ഡീറ്റെയിൽ. വിശദമായിട്ട് സെൻസസ് മെത്തേഡിൽ പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠനം നടത്താൻ സാധിക്കുമെന്നതാണ് സെൻസസ് മെത്തേഡിൻ്റെ ഒന്നാമത്തൊരു മെറിറ്റ്. 2, ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് വിൽ ബി ഹൈലി ആക്യുറേറ്റ് ആൻഡ് മോർ റിയലബിൾ. സെൻസസ് മെത്തേഡാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സെൻസസ് മെത്തേഡ് പ്രകാരം ഡാറ്റ ശേഖരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഹൈലി ആക്യുറേറ്റ് ആൻഡ് മോർ റിയലബിൾ, വളരെ വിശ്വസ്തതയുള്ളതും കൃത്യമുള്ള ഡാറ്റയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തൊരു മെറിറ്റാണ്, മൂന്നാമത്തൊരു അഡ്വാൻറ്റേജ് ആണ് സെൻസസ് മെത്തേഡിൻ്റെ. ദിസ് മെത്തേഡ് ഈസ് ഫ്രീ ഫ്രം സാമ്പിളിംഗ് എറേഴ്സ്. സെൻസസ് മെത്തേഡാണ് ഡാറ്റ ശേഖരിക്കാനായി ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് എറർ വരാനുള്ള സാധ്യതയില്ല എന്നതാണ് ഈ സെൻസസ് മെത്തേഡിൻ്റെ മൂന്നാമത്തൊരു മെറിറ്റ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO ഈസ് എ നാഷണൽ ലെവൽ ഏജൻസി ടു കളക്ട്, പ്രോസസ് ആൻഡ് ടാബുലേറ്റ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഫൈൻഡ് ഔട്ട് ദി അതർ 2 നാഷണൽ ലെവൽ ഏജൻസീസ്. NSSO എന്ന് പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന വിവരങ്ങൾ ശേഖരിക്കുവാനും അത് പ്രോസസ്സ് ചെയ്യുവാനും ടാബുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ളൊരു സംഘടനയാണ്, ഇന്ത്യയിലുള്ളൊരു സംഘടനയാണ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇതുപോലെ ഡാറ്റ ശേഖരിക്കുകയും അതിനെ ടാബുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മറ്റു 2 ഏജൻസികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേന് ഒരു എക്സാമ്പിളാണ്, ഒന്നാമത്തെ ഒരു നാഷണൽ ലെവൽ ഏജൻസിയാണ് RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ നാഷണൽ ലെവൽ ഏജൻസിയാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് CSOൻ്റെ ഫുള്ള്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു ക്വസ്റ്റ്യന് 2020 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വെൻ ഈസ് പ്രൈമറി ഡാറ്റ പ്രിഫേർഡ് ടു സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയ്ക്ക് പകരം പ്രൈമറി ഡാറ്റ ഏത് സാഹചര്യത്തിലാണ്, ഏത് കണ്ടീഷനുകളിലാണ് ഉപയോഗിക്കേണ്ടി വരിക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, വെൻ ഫണ്ട് ഫോർ സർവേ ഈസ് നോട്ട് അവൈലബിൾ. നമുക്ക് പഠനം നടത്താനുള്ള ഫണ്ട് ഇല്ലാത്തുമ്പോൾ. ഓപ്ഷൻ ബി, വെൻ മോർ റിയലബിലിറ്റി ഈസ് നോട്ട് റിക്വയർഡ്.
വിശ്വാസത അത്ര റിയലബിലിറ്റി നമുക്ക് ശേഖരിക്കുന്ന ഡാറ്റയിൽ അത്ര വിശ്വാസത ആവശ്യമില്ലെങ്കിൽ. ഓപ്ഷൻ സി വെൻ ആക്യുറസി ആൻഡ് റിയലബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. കൃത്യതയും അതുപോലെ തന്നെ ശേഖരിക്കപ്പെടുന്ന ഡാറ്റ കൃത്യതയുള്ളതും വിശ്വാസതയുള്ളതും അതിന് കൂടുതൽ പ്രാധാന്യം വരുമ്പോൾ. ഓപ്ഷൻ ഡി വെൻ ടൈം അവൈലബിൾ ഈസ് ഷോർട്ട്. നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കുറച്ച് സമയമുള്ളപ്പോൾ. അപ്പോൾ ഈ 4 സാഹചര്യങ്ങളിൽ ഏത് സാഹചര്യത്തിലാണ് സെക്കൻഡറി ഡാറ്റയ്ക്ക് പകരം, ഏത് കേസിലാണ് സെക്കൻഡറി ഡാറ്റയ്ക്ക് പകരം പ്രൈമറി ഡാറ്റ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് വെൻ ആക്യുറസി ആൻഡ് റിയലബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ആക്യുറസിക്കും റിയലബിലിറ്റിക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ സെക്കൻഡറി ഡാറ്റയ്ക്ക് പകരം നമ്മൾ പ്രൈമറി ഡാറ്റയാണ് ഉപയോഗിക്കുക. കൃത്യതയ്ക്കും വിശ്വാസ്യതയ്ക്കും കൂടുതൽ മുൻഗണന കൊടുക്കുമ്പോൾ നമ്മൾ സെക്കൻഡറി ഡാറ്റയ്ക്കല്ല പ്രൈമറി ഡാറ്റയ്ക്കാണ് പ്രിഫറൻസ് കൊടുക്കുക. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വെൻ ആക്യുറസി ആൻഡ് റിയലബിലിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2020 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് എ പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദ ആക്ച്വൽ സർവേ? യഥാർത്ഥ പഠനം നടത്തുന്നതിന് മുൻപേ താഴെ കൊടുത്തിട്ടുള്ള ഏത് സർവേയാണ് നമ്മൾ നടത്താൻ പോകുന്ന പഠനത്തിനെ പറ്റി ഒരു പ്രിലിമിനറി ഐഡിയ, പ്രാഥമിക ഐഡിയ തരുന്നത് ഏത് സർവേ നടത്തുമ്പോഴാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പൈലറ്റ് സർവേ, ഓപ്ഷൻ ബി സെൻസസ് സർവേ, ഓപ്ഷൻ സി സാമ്പിൾ സർവേ, ഡി നൺ ഓഫ് ദി അബോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പൈലറ്റ് സർവേ ആണ്. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥ പഠനം നടത്തുന്നതിന് മുന്നോടിയായിട്ട് ആ പഠനത്തിനെ പറ്റി ഒരു പ്രാഥമിക വിവരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന സർവേയാണ് പൈലറ്റ് സർവേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പൈലറ്റ് സർവേ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ്. സാമ്പിളിങ്ങിലൂടെ അല്ലാതെ പറ്റുന്ന തെറ്റുകൾ നമുക്ക് എങ്ങനെയാണ് തിരുത്താൻ പറ്റുക? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ സ്മാൾ സാമ്പിൾ, ചെറിയ സാമ്പിൾ എടുത്തുകൊണ്ട്. ഓപ്ഷൻ ബി ലാർജ് സാമ്പിൾ, ഒരുപാട് സാമ്പിൾ എടുത്തുകൊണ്ട്. ഓപ്ഷൻ സി മീഡിയം സാമ്പിൾ തിരഞ്ഞെടുത്തുകൊണ്ട്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിളിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ അല്ലാതെ പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. സാമ്പിളിങ്ങിൽ അല്ലാതെ പറ്റുന്ന മിസ്റ്റേക്കുകളാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. അപ്പോൾ സാമ്പിളുകൾ സ്മാൾ സാമ്പിൾ, ലാർജ് സാമ്പിൾ, മീഡിയം സാമ്പിൾ അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ട് നോൺ സാമ്പിളിംഗ് എറേഴ്സ് തിരുത്താൻ കഴിയുമോ, മിനിമൈസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ? നോൺ സാമ്പിളിംഗ് എറേഴ്സ് സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ പറ്റുന്ന എററുകളല്ല. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ സാമ്പിളിങ്ങിലൂടെ അല്ലാതെ പറ്റുന്ന തെറ്റുകളാണ്. ഉദാഹരണം, വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കുകളൊക്കെ എന്തിൽ വരും? നോൺ സാമ്പിളിംഗ് എറേഴ്സിൽ വരും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.